Children, today we are passing over to the next module, module 2, unit 2 and lesson 1. Module 2, unit 2 and lesson 1, that is one of the basics of communication, one of the primary skills of communication, that is nothing but listening. This chapter is entitled Listening, one of the basics of communication, one of the primary skills of communication. Listen, or one of the macro skills of communication, one of the macro skills of communication. Listening, listening. LSRW, listening, speaking, reading, and finally writing. We have to go through all these chapters, and we are now beginning with the listening. So first, listening is different from hearing. If we keep our ears open, we have to hear. നമ്മൾ കാത് തുറന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, പഞ്ഞി എന്തെങ്കിലും ഉപയോഗിച്ച് അടച്ചു വെച്ചേക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെഫ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കും. പക്ഷെ ലിസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ലിസണിങ് ഈസ് എ കോൺഷ്യസ് ആക്ടിവിറ്റി. ലിസണിങ് മസ്റ്റ് ഹാവ് ദി മൈൻഡ് ബിഹൈൻഡ് ഇറ്റ്. നമ്മുടെ മനസ്സുകൂടെ പറയലുമാണ് ലിസണിങ്ങിൻ്റെ പുറകിൽ. ലിസണിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഹിയറിങ്. ഫസ്റ്റ് ഓഫ് ആൾ യു ഷുഡ് ഡിഫറൻഷിയേറ്റ് ലിസണിങ് ഫ്രം ഹിയറിങ്. ആദ്യം നിങ്ങൾ ലിസണിങ്ങിൻ്റെയും ഹിയറിങ്ങിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കണം. Listening involves comprehension and interpretation. Listening involves comprehension, understanding, and interpretation means finding out the meaning. Understanding and finding out the meaning are there in listening process. Listening involves two things. Which are the two things that listening involves? Comprehension, understanding, and interpretation means understanding the meaning or analyzing the meaning of what the speaker says. സ്പീക്കർ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ, അതാണല്ലോ ഇൻ്റർപ്രട്ടേഷൻ, വ്യാഖ്യാനം. വ്യാഖ്യാനവും മനസ്സിലാക്കലും ധാരണയും ഈ ലിസണിങ്ങിൻ്റെ ഭാഗങ്ങളാണ്. ലിസണിങ് ഇൻവോൾവ്സ് ടു എലിമെൻറ്റ്സ്, കോംപ്രിഹെൻഷൻ ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ, വ്യാഖ്യാനം. ഹിയറിങ് ഈസ് ഓൺലി എ ഫിസിക്കൽ പ്രോസസ്. If we keep our ears open, we will have to hear. Hearing is only a physical process. കായികമായ, ശാരീരികമായ ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ. എവറി ഡേ വി ഹിയർ എ ലോട്ട് ഓഫ് സൗണ്ട്സ് അറൗണ്ട് അസ്. എവറി ഡേ വി ഹിയർ എ ലോട്ട് ഓഫ് സൗണ്ട്സ് അറൗണ്ട് അസ്. എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ പക്ഷെ അത് ലിസൺ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. Listening requires focus and effort. Listening requires focus and effort on our part. Listening needs mental focus and mental and physical effort. Listening requires two things. Which are the two things that listening needs or requires? They are focus, mental focus, and effort, both mental and physical effort. These are the two elements that listening certainly requires. Once again, listening requires focus and effort. To be a good listener, one should learn to listen with an open mind. If we want to be good listeners, we should learn to listen with open minds. Or we can say, to be a good listener, നല്ല ഒരു ശ്രോതാവാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വൺ ഷുഡ് ലേൺ ടു ലിസൺ. വൺ ഷുഡ് പ്രാക്ടീസ് ടു ലിസൺ വിത്ത് ഓപ്പൺ മൈൻഡ്. തുറന്ന മനസ്സോടുകൂടി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നല്ല ഒരു ശ്രോതാവാകണമെങ്കിൽ തീർച്ചയായിട്ടും വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് വി ഷുഡ് ലിസൺ. തുറന്ന മനസ്സോടുകൂടി വി ഷുഡ് കീപ്പ് അവർ മൈൻഡ് ഓപ്പൺ ഫുള്ളി ടു ബി എ ഗുഡ് ലിസണർ. നല്ല ലിസണർ ആണെങ്കിൽ വി ഷുഡ് കീപ്പ് അവർ മൈൻഡ് ഓപ്പൺ. മനസ്സ് തുറന്നിട്ടേക്കണം. ടു ബി എ ഗുഡ് ലിസണർ we should learn to listen with an open mind. Listening can be active or passive. സജീവമായ ലിസണിംഗ് ഉണ്ട്, പാസീവായ നിർജീവമായ ലിസണിംഗ് ഉണ്ട്. നിങ്ങൾ
ക്ലാസ്സിൽ ഇതിൽ ഏതാ പാസീവ് ലിസണിങ്, അതുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്. അതേ സമയത്ത് ആക്റ്റീവ് ലിസണിങ് ഉള്ള കുട്ടികൾ 90% മാർക്കുകൾ വാങ്ങി നല്ല ഒരു അക്കാഡമിക് കരിയർ ഉണ്ടാകും. ഞാനീ പറയുന്ന കാര്യങ്ങളായാലും ക്ലാസ് മുറിയിലുള്ള കാര്യങ്ങളായാലും വി മസ്റ്റ് ബി ആക്റ്റീവ് ലിസണേഴ്സ്. നമ്മൾ ആക്റ്റീവായി ശ്രദ്ധിക്കണം. വി ഹാവ് ടു ബി ആക്റ്റീവ് ലിസണേഴ്സ്, അതർവൈസ് അവർ ഫ്യൂച്ചർ വിൽ ബി ബ്ലീക്ക്. ഭാവി തകർന്നു പോകും, ഭാവി കറുത്തിരുണ്ടു പോകും. സോ ലിസണിങ് ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷിലെ 2 വാക്കുകൾ കേൾക്കുമ്പോഴേ ആകെ ഒരു എന്താ പറയുന്നത് ഇറിറ്റേഷനാണ്. എല്ലാം അങ്ങ് മലയാളത്തിൽ പറഞ്ഞാൽ നല്ലതാണ്. മലയാളമാണോ എഴുതാൻ പോകുന്നത്? ഡിഗ്രി ഇംഗ്ലീഷിന് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബികോമിന് പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ മനസ്സിലാക്കണ്ടേ? പ്രത്യേകിച്ചും BA ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ എല്ലാം മലയാളത്തിൽ മാത്രം അങ്ങോട്ട് മലയാളത്തിൽ പഠിച്ചാൽ മതിയോ? നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുമെന്ന് തോന്നും, ബട്ട് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് അറ്റ് ഓൾ. യു വിൽ ഹാവ് ടു റിഫ്ലക്ട് ദീസ് ഐഡിയാസ് ഓൺ യുവർ ആൻസർ പേപ്പേഴ്സ്. സോ യു മസ്റ്റ് ഹാവ് എ നോളജ് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് വൈ ഐ ആം ടെല്ലിങ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നത്. നിങ്ങൾ ഇപ്പം ഇനി കുറേശ്ശെ മലയാളത്തിൽ പറച്ചിലങ്ങ് നിർത്തും. ഇപ്പോൾ തുടക്കക്കാരായതുകൊണ്ട് മലയാളത്തിലൂടെ പറയുന്നതേ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഐ വിൽ സർട്ടൻലി ടേൺ മൈ ട്രെൻഡ്. അത് ഞാൻ എൻ്റെ ട്രെൻഡ് അങ്ങ് മാറ്റും. പിന്നെ ഇംഗ്ലീഷ് മാത്രമേ പറയത്തുള്ളൂ. അതർവൈസ് യു വിൽ റിമെയിൻ ആസ് ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ഒന്നിനും കൊള്ളാത്തവരായിട്ടിരുന്ന അപ്പോൾ പറ്റില്ലല്ലോ. ഈ കോമ്പറ്റീഷൻ യോഗത്തിൽ ഇൻ ദി ഏരിയ ഓഫ് സർവേൽ ഓഫ് ദി വിറ്റസ്റ്റ് കഴിവുള്ളവർ മാത്രം വിജയിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണ്ടേ? അതിനല്ലേ പഠിക്കുന്നത്. ലിസണിങ് ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്. ദർ ആർ 2 kinds of listening. Which are the 2 types of listening? Active listening and passive listening. The 2 types of listening are active listening and passive listening. When the listener gets involved consciously in the process of listening, when the listener gets involved consciously in the process of listening, it is called active listening. വളരെ ബോധപൂർവം ശ്രദ്ധാപൂർവം മുഴുകിയിരിക്കുമ്പോൾ വളരെ ബോധപൂർവം ശ്രദ്ധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരുമ്പോൾ ആ ലിസണറെ നമ്മൾ ആക്റ്റീവ് ലിസണർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് ആക്റ്റീവ് ലിസണിങ്. വാട്ട് ഈസ് ആക്റ്റീവ് ലിസണിങ്? when the listener gets involved consciously in the process of listening, it is called active listening. When the listener gets consciously involved in the process of listening, it is called active listening. Active listening is done through verbal and non-verbal cues. Cues means symbols or signs. നമുക്ക് ആക്റ്റീവ് ലിസണിങ്ങിൽ പങ്കെടുക്കുന്നതിന് വെറുതെ പ്രതിമ പോലെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ലിസണിങ് അല്ല. ആക്റ്റീവ് ലിസണിങ്ങിൽ നമ്മൾ ഈ സ്പീക്കറെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വേർബലായിട്ട് പറയും. അതല്ലെങ്കിൽ നമ്മുടെ ബോഡി പോസ്ചർ ഉണ്ടോ, നമ്മുടെ സയൻസും ഉണ്ടോ, എന്തെങ്കിലും നമ്മൾ കൈക്രിയുണ്ടോ, ഒന്ന് എൻകറേജ് ചെയ്യുന്ന രീതി ഉണ്ടാകും തീർച്ചയായിട്ടും. ആക്റ്റീവ് ലിസണിങ്ങിൽ സ്പീക്കർക്ക് ഒരു എൻകറേജ്മെൻറ്റ് നമ്മൾ നൽകും തീർച്ചയായിട്ടും. സോ വി ക്യാൻ സേ active listening can be done through verbal and non-verbal cues. We can participate in active listening through verbal and non-verbal signs. Verbal signsലൂടെയും non-verbal signsലൂടെയും വാക്കുകൾ കൊണ്ടുള്ള ഉത്തേജനം, എൻകറേജ്മെൻറ്റ്, അതല്ല ബോഡി പോസ്ചറിലും ഫേഷ്യൽ എക്സ്പ്രഷനിലും ജെസ്റ്റേഴ്സിലും കൂടിയുള്ള ആ ഒരു എൻകറേജ്മെൻറ്റ്, അതിലൂടെയും നമുക്ക് ആക്റ്റീവ് ലിസണിങ്ങിൽ പങ്കാളികളാകാം, അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിങ്ങിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കുന്നു. സോ ആക്റ്റീവ് ലിസണിങ് ഈസ് ഡൺ ത്രൂ verbal and non-verbal cues. Non-verbal cues include, first of all we are discussing non-verbal signs. Non-verbal signs or non-verbal cues include smile, posture, അല്ല നീണ്ടു നിവർന്നിരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു, അത് അല്ല കൂനിക്കൂടിയിരിക്കുക, കുരങ്ങളിൽ കുത്തിയിരിക്കുന്നവരിയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായിട്ട് നോക്കി കൈയും കാലും ചലിപ്പിച്ചുകൊണ്ട് നിൽക്കുക. അതൊക്കെ എന്താ കാണിക്കുന്നത്? അത് വി ഡു നോട്ട് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദി സ്പീച്ച്. ആ സ്പീക്കറുടെ സ്പീച്ചിൽ താല്പര്യമില്ലെന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ നോൺ വെർബൽ ക്യൂസ് ഇൻ ആക്റ്റീവ് ലിസണിങ് ഇൻക്ലൂഡ് which all things are included in active listening?
സ്മൈൽ, പോസ്ചർ, ബോഡി പോസ്ചർ ആൻഡ് ഐ കോണ്ടാക്ട്. സ്പീക്കറുമായിട്ടുള്ള ഐ കോണ്ടാക്ട്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്പീക്കറും ലിസണറും തമ്മിലൊരു ഐ കോണ്ടാക്റ്റ് വേണം. അപ്പോൾ അധ്യാപകൻ ക്ലാസ്സിൽ സംസാരിക്കുമ്പം സ്റ്റുഡൻസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു, സ്റ്റുഡൻസ് അധ്യാപകൻ്റെ കണ്ണുകളിലേക്ക് നോക്കും. ചിലപ്പം കുട്ടികളങ്ങ് ചൂളിപ്പോവും, അവരുടനെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അപ്പോൾ അത് ശ്രദ്ധയില്ലാതാകി വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ചെങ്കിൽ മാത്രമേ ദി കോൺവെർസേഷൻ ഓർ ദി സ്പീച്ച് വിൽ ബിക്കം എഫക്റ്റീവ്. ഇഫ് യു വാണ്ട് ടു പ്രൊഡ്യൂസ് ദ ഡിസൈർഡ് എഫക്റ്റ്, we should speak by looking straight at the eyes. That is what is eye contact should be observed by speaking or listening. സ്പീക്കിങ്ങിലായാലും അത് തന്നെയാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ ബേസിക്സിൽ ആദ്യത്തത് ലിസണിങ് പഠിക്കുന്നുണ്ട്. ലിസണിങ്ങിൽ ഐ കോണ്ടാക്റ്റ് നിർബന്ധമാണ്. ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. അത് നോൺ വെർബൽ ക്യൂ ആണ്, നോൺ വെർബൽ സൈനാണ്. വിച്ച് ആർ ദി നോൺ വെർബൽ സൈൻസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. സ്മൈൽ, പോസ്ചർ ആൻഡ് ഐ കോണ്ടാക്ട് that indicate. These cues or signs indicate or show or represent active participation in the conversation. These cues like smile, body posture and eye contact indicate active, very active participation in the conversation. Mirroring means imitating. Mirroring, പ്രതിഫലിപ്പിക്കുക അല്ലെങ്കിൽ അനുകരിക്കുക. Mirroring is another method where the listener mirrors the expressions of the speaker. Mirroring is another method. Mirroring is another cue of active listening in which the listener mirrors or reflects or imitates. Imitates what? The expression of the speaker. സ്പീക്കറിൻ്റെ എക്സ്പ്രഷൻ. സ്പീക്കർ കാണിക്കുന്ന മുഖം നമ്മളും കാണിക്കുന്നു, അദ്ദേഹം ചിരിക്കുമ്പോൾ നമ്മളും പുഞ്ചിരിക്കുന്നു. അങ്ങനെ സ്പീക്കറിൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ അനുകരിക്കുകയാണെങ്കിൽ, മിറർ ചെയ്യുകയാണെങ്കിൽ, അതും നമ്മൾ അയാൾ പറയുന്നത് തന്നെ അതിൽ മുഴുകിയിരിക്കുകയാണ്, സ്പീക്കറുടെ ആ സ്പീച്ചിൽ മുഴുകിയിരിക്കുകയാണെന്ന് അർത്ഥം, അതിൽ തന്നെ ലയിച്ചിരിക്കുകയാണെന്ന് അർത്ഥം, നമ്മൾ ആക്റ്റീവായി ലിസൺ ചെയ്യുന്നു എന്നർത്ഥം. സോ മിററിങ് ഈസ് നെതർ. മിററിങ് മീൻസ് ഇമിറ്റേറ്റിംഗ് ഓർ റിഫ്ലക്റ്റിംഗ്. മിററിങ് ഈസ് നെതർ മെത്തേഡ് where the listener mirrors or imitates the expressions of the speaker. Verbal cues, then, which are the verbal signs or verbal symbols in active participation or active listening? Which are the verbal cues? വാക്കുകൾ കൊണ്ടുള്ള സൈൻസ് അല്ലെങ്കിൽ സിമ്പിൾസ് എന്തൊക്കെയാണ്? വേർബൽ ക്യൂസ് ഓർ സൈൻസ് ഇൻക്ലൂഡ് വേർബൽ എൻകറേജ്മെന്റ്, സബാഷ്, എക്സലൻറ്റ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാക്കുകൾ പറയുന്നു, അത് എന്താണ്? അത് തീർച്ചയായിട്ടും സ്പീക്കറിന് ഒരു പ്രചോദനമാണ്. സ്പീക്കറിൻ്റെ ആ വാക്കുകൾ നമ്മൾ ലിസൺ ചെയ്യുന്നു എന്ന് അതിൻ്റെ മീനിങ്. സോ വേർബൽ ക്യൂസ് ഓർ സൈൻസ് ഇൻക്ലൂഡ് വേർബൽ എൻകറേജ്മെൻറ്റ്, വേർഡ്ലി എൻകറേജ്മെൻറ്റ്, എൻകറേജ്മെൻറ്റ് യൂസിങ് വേർഡ്സ്, ദാറ്റ് ഈസ് വേർബൽ എൻകറേജ്മെൻറ്റ്, എൻകറേജ്മെൻറ്റ് യൂസിങ് വേർഡ്സ് ആൻഡ് റിമെമ്പറിങ് ഡീറ്റെയിൽസ്. എന്തെങ്കിലും ഓർക്കാറുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് സ്പീക്കർ പറയുമ്പം 1947 നമ്മൾ അങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇയർ അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ പെട്ടെന്ന് ഓർത്തെടുത്ത് പറയുമ്പോൾ ദ സ്പീക്കർ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ആക്റ്റീവ്ലി ലിസണിങ് ടു യു. നമ്മൾ ആക്റ്റീവ് ലിസണിങ്ങിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് റിമെമ്പറിങ് ദി ഡീറ്റെയിൽസ്. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു ഓളത്തിൽ പല കാര്യങ്ങളും മറന്നു പോകും. ഇപ്പോൾ ക്ലാസ് മുറിയിലാണെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മിപ്പിക്കാം. അത് ആക്റ്റീവ് ലിസണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റിമൈൻഡ് മീ ഓഫ് ദി ഡേറ്റ ഓർ ദി ഇയേഴ്സ്. വർഷങ്ങളോ അല്ലെങ്കിൽ ഡേറ്റയോ നിങ്ങൾക്ക് എന്നെ ഓർമ്മിപ്പിക്കാൻ കഴിയും ക്ലാസ് മുറിയിലാണെങ്കിൽ. ദസ് യു ക്യാൻ എൻഗേജ് ഇൻ ആക്റ്റീവ് ലിസണിങ് പ്രോസസ്സ്. ഇവിടെ അത് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ക്യാമറയുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ വിട്ടുപോകും, മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആക്റ്റീവ് ലിസണിങ് ഉള്ള ക്ലാസ് മുറിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുന്ന കുറച്ച് കുട്ടികളെങ്കിലും കാണുമല്ലോ, ദേ വിൽ റിമൈൻഡ് മീ ഓഫ് ദി ഡേറ്റ്സ് ഓർ ദി ഡേറ്റ. അതെന്നെ ഓർമ്മിപ്പിക്കും. അപ്പം വേർബൽ ക്യൂസിൽ, വേർബൽ സിമ്പിൾസിൽ, വേർബൽ സയൻസിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? റിമെമ്പറിങ് ഡീറ്റെയിൽസ്. ആദ്യത്തേത് എന്താണ്? വേർബൽ എൻകറേജ്മെൻറ്റ്, വേർഡ്ലി എൻകറേജിങ് യൂസിങ് വേർഡ്സ്, റിമെമ്പറിങ് ഡീറ്റെയിൽസ് ആൻഡ് തേർഡ്ലി ക്ലാരിഫൈങ് തിങ്സ്. ചില കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നത്, സ്പീക്കറിന് വ്യക്തമാക്കി കൊടുക്കുന്നത്, ക്ലാരിഫൈ. ആൻഡ് ഫൈനലി
not finally, summarizing. We have to summarize the speech. നമ്മൾ പ്രധാന പോയിന്റ്സ് ഇപ്പോൾ ക്ലാസ്സിലെ ലെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്പീച്ചാണ്. നിങ്ങൾ ആക്റ്റീവ് ലിസണേഴ്സാണ്. അപ്പോൾ ക്ലാസ്സിൽ ഈ ലെക്ചർ നടത്തുന്ന സമയത്ത് യു ഹാവ് ടു ജോട്ട് ഡൗൺ ഓർ റൈറ്റ് ഡൗൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അതിനാണ് ലെക്ചർ നോട്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു സമ്മറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം നിങ്ങൾ ഉണ്ടാക്കുന്നു. ക്ലാസ്സിൽ കേട്ടതിൻ്റെ ഒരു സമ്മറി, ഒരു പ്രിസി നിങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഭാഗമാണ്. ആൻഡ് ഫൈനലി ആസ്കിങ് എൻകറേജിങ് ക്വസ്റ്റ്യൻസ്. നിരുത്സാഹപ്പെടുത്തുന്ന ചോദ്യങ്ങളല്ല ചോദിക്കേണ്ടത്, പ്രോത്സാഹിപ്പിക്കുന്ന, സ്പീക്കറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കല്. ആസ്കിങ് എൻകറേജിങ് ക്വസ്റ്റ്യൻസ്. സോ ദീസ് ആർ ദി വെർബൽ ക്യൂസ് ഓർ വേർഡ്ലി സൈൻസ് in active listening. Which are the verbal cues? Verbal cues include verbal encouragement, remembering details, clarifying, സ്പഷ്ടീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, clarify, summarizing the speech made by the speaker, and asking encouraging questions as a feedback while asking encouraging questions. These are the ways by which we can be active listeners, or these are the methods or cues we can observe while actively listening to something, or when we become active listeners. Active listeners ആയിരിക്കുമ്പോൾ ഒബ്സർവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ മറന്നു നിങ്ങൾ? Which are the things, which are the cues of active listening? Verbal cues. Verbal cues are a verbal encouragement, remembering details, clarifying, summarizing and asking encouraging questions. Listening to a lecture in the class. Listening to a lecture in the classroom requires active listening skills. As far as you students are concerned, listening a lecture inside the four walls of a classroom requires or needs active listening process, active listening things, or active listening skills we can say. So listening a lecture inside a class requires active listening skills. ഒരു ക്ലാസ് മുറിയിലെ ലെക്ചർ ശ്രദ്ധിക്കാൻ ആക്റ്റീവ് ലിസണിങ് സ്കിൽസ് വേണം. ഉറങ്ങിയിരുന്നുകൊണ്ട് ലിസൺ ചെയ്താൽ മനസ്സിലാകത്തില്ല. ഇറ്റ് ഷുഡ് നീഡ് ആക്റ്റീവ് ലിസണിങ് സ്കിൽസ്. എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ഹാവ് ദിസ് ആക്റ്റീവ് ലിസണിങ് ഓഫ് എ ലെക്ചർ മെയ്ഡ് ഇൻ എ ക്ലാസ് റൂം റിക്വയർസ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് ബീയിങ് ഡിസ്കസ്ഡ്. യു മസ്റ്റ് ഹാവ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് ബീയിങ് ഡിസ്കസ്ഡ്. പല കുട്ടികൾക്കും ഇല്ലാത്ത ഇതാണ്. താല്പര്യമില്ലാതെ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നു. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഒരു താല്പര്യമില്ല, ABCD പോലും അറിയത്തില്ല. അതായത് നമ്മൾ അതിനോടൊരു താല്പര്യം കാണിക്കും. നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിലെ ഡയലോഗ് പോലും നമ്മൾ ഓർക്കുന്നത് എന്താ? വൈ? ബിക്കോസ് വി ഹാവ് എൻ ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. അതിൽ താല്പര്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ താല്പര്യത്തോടെ അപ്രോച്ച് ചെയ്തെങ്കിലേ പറ്റൂ. കൊമേഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ലാതെ എന്നാൽ ശരി, എന്തെങ്കിലും ബാങ്കിലൊക്കെ ജോലി നേടാൻ സഹായിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ ജോലി നേടാൻ സഹായിക്കും എന്നുള്ള നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ നിർബന്ധത്തിൻ്റെ വഴങ്ങി, ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളുടെ നിർബന്ധത്തിന് വഴങ്ങിയെടുത്ത് ഇരുന്ന് ഞാൻ പാസീവായിട്ട് ലിസൺ ചെയ്താൽ മനസ്സിലാവത്തില്ല. നമ്മൾ പിന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം. പല ദാമ്പത്യ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പങ്കാളികളായിരിക്കില്ലായിരുന്നു, പക്ഷേ അവർ ദേ ഷുഡ് മ്യൂച്വലി ലവ് ആൻഡ് ലൈക്ക്. അതേപോലെ യു ഷുഡ് ലവ് യുവർ സബ്ജക്ട്സ് ഓർ ടോപ്പിക്സ് യു ആർ ഗെറ്റിംഗ്. കിട്ടുന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെടണം, എന്നാലേ അതിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. സോ ലിസണിങ് ലെക്ചർ ഇൻ എ ക്ലാസ് റൂം requires what? Keen interest in the subject being discussed. You must have a keen, sharp interest. നല്ല തികഞ്ഞ താല്പര്യം ഉണ്ടായിരിക്കണം. ഇൻ ദി സബ്ജക്റ്റ് ബീയിങ് ഡിസ്കസ്ഡ്. ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടായിരിക്കണം. ആൻഡ് ബേസിക് ലാംഗ്വേജ് സ്കിൽസ്. Which are the basic language skills? LSRW, basic language skills, and the ability to absorb and recollect ideas discussed throughout the lecture. And you should also have a knowledge in basic language skills, or you must have basic language skills, LSRW,
ആ സ്കിൽസ് നിങ്ങൾക്ക് വേണം ക്ലാസ്സിൽ നല്ലൊരു വിദ്യാർത്ഥിയാകാൻ, നല്ലൊരു ശ്രോതാവാകാൻ, നല്ലൊരു എന്താ പറയുന്നത് ലിസണറാകാൻ വേണ്ടിയിട്ട്. ആൻഡ് യു മസ്റ്റ് ഹാവ് ദി എബിലിറ്റി ടു അബ്സോർബ് ആൻഡ് റീകളക്ട് ദി ഐഡിയാസ് ഡിസ്കസ്ഡ്. ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ഐഡിയാസ് മനസ്സിലേക്ക്, ബ്രെയിനിലേക്ക് അബ്സോർബ് ചെയ്യാനും ക്ലാസ് കഴിഞ്ഞാൽ അത് ഓർത്തെടുക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് വേണം. അതിനാണ് ഇൻട്രസ്റ്റ് വേണമെന്നോ താല്പര്യം വേണമെന്ന് പറയുന്നത്. എന്താ, വൈ ഷുഡ് യു ഹാവ് ടു ലിസൺ ടു എ ലെക്ചർ ഇൻസൈഡ് എ ക്ലാസ് റൂം? ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഹാവ് ആൻ ഇൻട്രസ്റ്റ്, എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് ബീയിങ് ഡിസ്കസ്ഡ്. ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഒരു താല്പര്യം വേണം. രണ്ടാമതായിട്ട് യു ഷുഡ് ഹാവ് ബേസിക് ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ദി എബിലിറ്റി ടു അബ്സോർബ് and recollect, remember the ideas discussed throughout the lecture. These are the things that you require or need while listening to a lecture inside a classroom. Then conducting interviews. Conducting interviews requires keen listening skills. ഇൻ്റർവ്യൂസ് നടത്തുമ്പോൾ ആ നടത്തുന്നവരും ശ്രദ്ധിക്കണം. ഇൻ്റർവ്യൂസിൽ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂസിന് മാത്രമല്ല ഇൻ്റർവ്യൂവറിനും. ഇൻ്റർവ്യൂവർ മീൻസ് വൺ ഹു ഇൻ്റർവ്യൂസ് പേഴ്സൺസ് എസ്പെഷ്യലി ഫോർ എ ജോബ്. ജോലിക്ക് വേണ്ടിയൊക്കെ ആളുകളെ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ, ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂയി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂയി, ഹു ഈസ് ഇൻ്റർവ്യൂയി? ഇൻ്റർവ്യൂയി ഈസ് ദ പേഴ്സൺ ബീയിങ് ഇൻ്റർവ്യൂഡ്. ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളാണ് ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂയി. ഇൻ്റർവ്യൂയി ഈസ് ദ പേഴ്സൺ ഹു ഈസ് ബീയിങ് ഇൻ്റർവ്യൂഡ്. ഇൻ്റർവ്യൂയി, ഇൻ്റർവ്യൂവർ, ഇൻ്റർവ്യൂയി, ഇൻ്റർവ്യൂവർ. അപ്പോൾ ഇൻ്റർവ്യൂ ആ പ്രോസസ്സിലും ലിസണിങ് സ്കിൽസിന് വലിയ പ്രാധാന്യമുണ്ട്. ഇൻ്റർവ്യൂവർ തന്നെ അതിൽ പ്രാധാന്യം എടുക്കേണ്ടതുണ്ട് ലിസണിങ് സ്കിൽസിൽ. ചുമ്മാതങ്ങ് വൺ സൈഡായിട്ട് പറഞ്ഞു പോവുകയല്ല. നമ്മൾ ആ ഇൻ്റർവ്യൂയുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതെന്തൊക്കെയാണ്? വിച്ച് ആർ ദ തിങ്സ് വി ഹാവ് ടു ഒബ്സർവ് വൈൽ കണ്ടക്ടിങ് ആൻ ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം ഇരുന്നെങ്കിൽ മാത്രമേ റെലവൻ്റായ, പ്രസക്തമായ, അപ്രോപ്രിയേറ്റായ ചോദ്യങ്ങൾ ഇൻ്റർവ്യൂയിനോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. For asking relevant and appropriate questions to the interviewee, one has to listen carefully during the interview. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വളരെ ശ്രദ്ധാപൂർവം ഇരിക്കണം ഇൻ്റർവ്യൂവർ. To elicit means evoke or take out or absorb. To elicit the best response from the interview, two things are to be observed. To elicit or to evoke the best response, best reaction from the interviewee, two things are necessary. ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളിൽ നിന്നും ഏറ്റവും നല്ല റിയാക്ഷൻ, ഏറ്റവും നല്ല പ്രതികരണം ഉരുത്തിരിച്ചെടുക്കണമെങ്കിൽ, ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ നിന്നും നല്ല റെസ്പോൺസ്, നല്ല റിയാക്ഷൻ, നല്ല പ്രതികരണം ഉളവാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ടു ഇലിസിറ്റ് മീൻസ് ടു ഇവോക്ക് ഓർ ടു അബ്സ്ട്രാക്ട് or to extract the best response, the best reaction from the interviewee, one who is interviewed. Two things are necessary. Which are the two things? അത്യാവശ്യമായ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇൻ്റർവ്യൂയിൽ നിന്നും ഏറ്റവും നല്ല റിയാക്ഷൻ ഉളവാക്കിയെടുക്കാൻ ഇൻ്റർവ്യൂവർ പാലിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: എ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഓഫ് ദി നേച്ചർ ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി ഇൻ്റർവ്യൂയി. ഒന്നാമത് ദി ബാക്ക്ഗ്രൗണ്ട് നോളജ് ഓഫ് ദി നേച്ചർ ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി പേഴ്സൺ. ആ ഇൻ്റർവ്യൂയി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി അയാൾ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിയിൽ ചെയ്യേണ്ടുന്ന ജോലിയുടെ സ്വഭാവം, ആ ജോലിയുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞെങ്കിലേ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റൂ. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ജോലിയുടെ സ്വഭാവം വ്യക്തമായിട്ട്
ഇൻ്റർവ്യൂവർ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്? വാട്ട് ഈസ് ദി വൺ ഓഫ് ദി ടു നെസസറി തിങ്സ്? രണ്ടെണ്ണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? എ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഓഫ് ദി നേച്ചർ ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി പേഴ്സൺ. എ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഓഫ് ദി നേച്ചർ ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി പേഴ്സൺ. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളിൻ്റെ ജോലിയുടെ ആ പശ്ചാത്തല സ്വഭാവം മനസ്സിലാക്കിയിരിക്കണം. അയാളുടെ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു പശ്ചാത്തലമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർവ്യൂസ് പേഴ്സണാലിറ്റി. ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർവ്യൂസ് പേഴ്സണാലിറ്റി. ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇൻ്റർവ്യൂയി നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ ആ പേഴ്സണാലിറ്റിയെ കുറിച്ച് ധാരണ വേണം. എന്ത് വിദ്യാഭ്യാസമുണ്ട്, അക്കാഡമിക് കരിയർ എന്താണ്, ഹോബീസ് എന്തൊക്കെയാണ്, വേറെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, അത് മനസ്സിലാക്കണം. അതിനുവേണ്ടി ബയോഡേറ്റ വായിച്ചു നോക്കണം. മെയിനായിട്ട് ആ ബയോഡേറ്റ വായിച്ചു നോക്കിയിട്ട്, അല്ലെങ്കിൽ റെസ്യൂമേ, അയാൾ നൽകിയിരിക്കുന്ന റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡേറ്റ ഭംഗിയായി വായിച്ചു നോക്കിയിട്ട് വേണം ഇൻ്റർവ്യൂവർ പങ്കെടുക്കാൻ. ദീസ് ആർ ദി ടു തിങ്സ് നെസസറി വൈൽ ഹാവിങ് ആൻ ഇൻ്റർവ്യൂ to elicit the best response from the interviewee. Which are the two things to be followed by the interviewer? Which are the two things to be observed by the interviewer? One, a background knowledge of the nature of the work done by the person. A background knowledge of the nature of the work done by the person. അയാൾ ചെയ്യുന്ന ജോലിയുടെ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ചുള്ള ആ പശ്ചാത്തല അറിവ് വേണം. നമ്പർ 2, ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർവ്യൂവീസ് പേഴ്സണാലിറ്റി. ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർവ്യൂവീസ് പേഴ്സണാലിറ്റി. ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളിൻ്റെ അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ചൊരു ഇൻഫർമേഷൻ, അറിവ് ഉണ്ടായിരിക്കണം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഓർ ഓൺ ദി ഇൻ്റർവ്യൂവീസ് പേഴ്സണാലിറ്റി. These are the two things required for conducting a good interview. Then now, നമ്മളെല്ലാത്തിലും പഠിക്കുന്ന പോലെ barriers to effective listening. The hindrances or the blocks, the stumbling blocks to effective listening. ഫലപ്രദമായ ലിസണിങ്ങിനുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം ഫിസിയോളജിക്കൽ പ്രോസസ്സ്, ശാരീരികമായ കാര്യം. നമ്മുടെ മനസ്സിനാണെങ്കിൽ ഒരു സെക്കൻഡിൽ സെക്കൻഡ് വേണ്ട, ഒരു മിനിറ്റിൽ നമ്മുടെ ബ്രെയിനാണെങ്കിൽ ഒരു മിനിറ്റിൽ തീർച്ചയായിട്ടും 400-800 വാക്കുകൾ പ്രോസസ്സ് ചെയ്ത് വയ്ക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ഒരു മിനിറ്റിൽ 125 മുതൽ 175 വാക്കുകളെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. 125 മുതൽ 175 വാക്കുകളെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ബ്രെയിനാണെങ്കിൽ എന്താണ് 350 മുതൽ 400 മുതൽ 800 വരെയുള്ള വാക്കുകളെ കീപ്പ് ചെയ്യാൻ കഴിയും ബ്രെയിനിന്. അപ്പോൾ എന്താണ്, ഒരുപാട് ടൈം ലാഗാവുന്നു, ടൈം അവിടെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്പീക്കർ ഇങ്ങനെ സ്ലോയിലല്ലേ പറയുന്നത്, അദ്ദേഹത്തിന് ഒരു 125-175 വാക്കുകളെ ഒരു മിനിറ്റിൽ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബ്രെയിൻ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 400 മുതൽ 800 വരെയുള്ള വാക്കുകളാണ്. അപ്പോൾ ഒരുപാട് സമയം കിട്ടുന്നു. ആ സമയത്ത് മനസ്സിൻ്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള ഒരു വലിയൊരു സാഹചര്യമുണ്ട്. അതൊരു ഫിസിയോളജിക്കൽ ഫാക്ടർ. ലിസണർ ക്യാൻ ബി ഈസിലി ഡിസ്ട്രാക്റ്റഡ്. ഒന്നാമത്തെ കാര്യം, ലിസണർ ക്യാൻ ബി വെരി ഈസിലി ഡിസ്ട്രാക്റ്റഡ്. ശ്രദ്ധ വ്യതിചലിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ലിസണറിന്. ലിസണർ ക്യാൻ ബി ഈസിലി ഡിസ്ട്രാക്റ്റഡ് സിൻസ് ബിക്കോസ് അവർ ബ്രെയിൻ പ്രോസസ്സസ് information. Our brain processes information at the rate of 400 to 800 words per minute. Our brain can process information at the rate of 400 to 800 words per minute. നമ്മുടെ ബ്രെയിൻ ഇൻഫർമേഷൻ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യാൻ കഴിയുക? ഒരു മിനിറ്റിൽ 400 മുതൽ 800 വാക്കുകൾ വരെ
ഉള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ കഴിയും 1 മിനിറ്റിൽ. സെയിം. അതുകൊണ്ട് ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്നതിൻ്റെ കാര്യം എന്താ? ലിസണർ ക്യാൻ ബി ഈസിലി ഡിസ്ട്രാക്റ്റഡ് സിൻസ് അവർ ബ്രെയിൻ പ്രോസസ്സസ് ഇൻഫർമേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 400 to 800 വേർഡ്സ് പെർ മിനിറ്റ്, while our speech rate ranges between 125 to 175 വേർഡ്സ് പെർ മിനിറ്റ്. നമ്മുടെ സ്പീച്ചിൻ്റെ റേറ്റ് എങ്ങനെയാണ്? അവർ സ്പീച്ച് റേറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 125 to 175 വേർഡ്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിലെന്ന് പറഞ്ഞാൽ 125 മുതൽ 175 വാക്കുകൾ വരെ നമുക്ക് സ്പീച്ചിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം ബ്രെയിനിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ 175 വാക്കുകൾ കഴിഞ്ഞിട്ട് പിന്നെ സമയം ഒരുപാട് കിടക്കുകയാണ്. 800 വാക്കുകൾ വരെയാണ് ഒരു മിനിറ്റിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നത് ബ്രെയിനിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അസിമുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപാട് സമയം ബാക്കി കിടക്കുന്നു. അതുകൊണ്ട് ആ സമയം എന്ത് ചെയ്യും? മനസ്സ് മൈൻഡ് വിൽ ബി ലെഡ് ഓസ്ട്രേ, മൈൻഡ് വിൽ ബി ലെഡ് സംവെയർ എൽസ്. വേറെ എങ്ങോട്ടെങ്കിലും മനസ്സ് പോകാനുള്ള ഒരു 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 സാഹചര്യം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്നത്? സിൻസ് അവർ ബ്രെയിൻ പ്രോസസ്സസ് ഇൻഫർമേഷൻ അറ്റ് ദി റേറ്റ് ഓഫ് 400 to 800 വേർഡ്സ് പെർ മിനിറ്റ്, while our speech rate ranges between 125 words to 175 words per minute. So so we find it much easier. We find it much easier when the speaker is fluent in his or her speech. അതുകൊണ്ട് തന്നെ കുറേ ഫ്ലുവൻസി ഉള്ളപ്പോഴാണ്, ഒരു സ്പീക്കറിന് കുറച്ച് ഫ്ലുവൻസി ഉള്ളപ്പോഴാണ് വിക്കി പറയാതെ, ഹെസിറ്റേറ്റ് ചെയ്ത് പറയാതെ ഇത്തിരി ഫ്ലുവൻ്റായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് കേൾക്കാനൊരു ഇമ്പമുള്ളത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാനൊരു താല്പര്യം തോന്നുന്നത്. സോ വി ഫൈൻഡ് ഇറ്റ് മച്ച് ഈസിയർ വെൻ ദ സ്പീക്കർ ഈസ് ഫ്ലുവൻറ്റ് ഇൻ ഹിസ് ഓർ ഹെർ സ്പീച്ച് ആൻഡ് ഹാസ് എ ഫെമിലിയർ ആക്സെൻറ്റ്. നമുക്ക് പരിചിതമായ ഉച്ചാരണമായിരിക്കണം. ഇംഗ്ലീഷ് സിനിമയെ കാണുമ്പോൾ അതിൽ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കാൻ തോന്നാത്തതിൻ്റെ കാര്യം ആ ഉച്ചാരണം നമുക്ക് വശമില്ലാത്തതുകൊണ്ടാണ്. സോ ദി സ്പീക്കർ ഷുഡ് യൂസ് ദി ഫെമിലിയർ ആക്സെൻറ്റ് ഓഫ് ദി ലിസണേഴ്സിനും കൂടെ പരിചിതമായ ആക്സെൻറ്റ്, ഉച്ചാരണ രീതി, ആക്സെൻറ്റ് ഷുഡ് ബി യൂസ്ഡ്. The pronunciation should be familiar to the listeners as well. ലിസണേഴ്സിനും പരിചിതമായ പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആക്സെൻ്റ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ കൂടുതലൊരു ഇമ്പം അല്ലെങ്കിൽ താല്പര്യം കിട്ടുന്നത്? ദി സ്പീക്കർ ഈസ് ഫ്ലുവൻറ്റ് ഇൻ ഹിസ് ഓർ ഹെർ സ്പീച്ച് ആൻഡ് ഹാസ് എ ഫെമിലിയർ ആക്സെൻറ്റ് ആൻഡ് സ്പീക്സ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് വോളിയം ഡിപ്പെൻഡിങ് ഓൺ ദി സിറ്റുവേഷൻ. The speaker should use the appropriate volume, or speaker should speak in an appropriate or right volume as demanded by the situation. ആ അവസരത്തിനനുസരിച്ചുള്ള വോളിയത്തിൽ വേണം സംസാരിക്കാനായിട്ട്. അല്ലാതെ ഒരു മൈതാന പ്രസംഗത്തിൽ, അല്ലെങ്കിൽ 10,000 പേരിരിക്കുന്ന ഒരു വേദിയിൽ വൈക്കൊന്നുമില്ലാതെ എന്തെങ്കിലും കുശുകുശത്താൽ പെറുപുറത്താൽ അത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ചില ടീച്ചേഴ്സിന് സൗണ്ട് കുറവായിരിക്കും. നിങ്ങളെപ്പോലെ 60 പേരൊക്കെ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ എവിടെയെങ്കിലും ഒന്നും സംസാരിച്ചാൽ എല്ലാവർക്കും കേൾക്കത്തില്ല, അപ്പോൾ ശ്രദ്ധിക്കാൻ തോന്നത്തില്ല. അവിടെ മൈക്രോഫോൺ തന്നെ വേണം കേൾക്കണമെങ്കിൽ. പിന്നെ ചിലരുടെയൊക്കെ വോയിസ്, പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ട്യൂട്ടോറിൽ പഠിപ്പിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ മത്സരമായിരുന്നു. അപ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ ഒരാളുടെ സൗണ്ട് ഓവർലാപ്പ് ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് വരും. അപ്പോൾ അതിനെ ഓവർടേക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ആൾ കൂടുതൽ സൗണ്ട് ഉപയോഗിക്കും. ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തൊണ്ട അനക്കാൻ പറ്റത്തില്ല. പിന്നെ വിക്സോ എല്ലാം മേടിച്ച് ഇങ്ങനെ ചവച്ചിറക്കണം, എന്നാലേ തൊണ്ടയ്ക്ക് അല്പം ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ അമിതമായ സൗണ്ട് എടുക്കുന്നതും, ഒരു 10-20 കുട്ടികളിരിക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ അമിതമായ സൗണ്ട് എടുത്താലും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. സോ ദി സൗണ്ട് മസ്റ്റ് ബി യൂസ്ഡ്, ഓർ വോളിയം മസ്റ്റ് ബി യൂസ്ഡ് ആസ് പെർ ദി സിറ്റുവേഷൻ. അവസരം അനുസരിച്ച് സൗണ്ട് ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ വോളിയം എടുക്കാവൂ, അങ്ങനെയുണ്ട്. അപ്പോൾ എന്താണ്, വി ഫൈൻഡ് ഇറ്റ് മച്ച് ഈസിയർ ടു ഫോക്കസ് when the speaker is fluent in his or her speech and has a familiar accent. The speaker must have a familiar, പരിചിതമായ familiar accent or pronunciation, and the speaker should speak at an appropriate volume, suitable volume, depending on the situation, or as the situation demands. Depending on the situation, സാഹചര്യം അനുസരിച്ച് വേണം വോളിയം ഉപയോഗിക്കാൻ. ഒരുപാട് കൂടാനും പാടില്ല, തീരെ കുറയാനും പാടില്ല.
What we speak should be audible to one and all. What we speak should be hearable to one and all. എല്ലാവർക്കും കേൾക്കത്തക്കതായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. Then പിന്നെ മറ്റൊരു കാര്യം, another barrier of effective listening, that is physical and emotional disturbances. Physical and emotional disturbances and noises can adversely affect our listening skills. ശരിയാണല്ലോ, it is true. See what? Physical disturbances. If you are suffering from a fever or body pain or a headache, we can't listen properly. നീ എത്ര വലിയ സരസമായ കാര്യങ്ങൾ പറഞ്ഞാലും ശരി, തമാശ പറഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു മൂഡ് നമുക്ക് കിട്ടത്തില്ല. ശാരീരിക വേദന, പനിയുടെ കലശലായ അസ്വസ്ഥത, അല്ലെങ്കിൽ തലവേദന, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടെങ്കിൽ, രാവിലെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ വഴക്ക് കേട്ടിട്ടാണ് നിങ്ങൾ ഇറങ്ങിയത്, നിങ്ങൾക്ക് അതൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്നാൽ ചില കുട്ടികൾക്ക് ഫീൽ ചെയ്യും. ക്ലാസ്സിൽ വന്നിരിക്കുമ്പം വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കും, അധ്യാപകൻ പറയുന്നൊന്നും കേൾക്കാൻ തോന്നത്തില്ല. അല്ലെങ്കിൽ കാമുകൻ വേറൊരു പെൺകുട്ടിയോട് എന്ന് സംസാരിക്കുന്ന കണ്ടു, എന്നെ വഞ്ചിച്ചോ, എൻ്റെ മുമ്പിൽ വെച്ചല്ലേ അവളോട് ഇത്രയും റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നത്, കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്താലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടി ക്ലാസ്സിൽ വന്നിരുന്നാൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അറ്റൻറ്റീവ് ആകാൻ പറ്റത്തില്ല, ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ദീസ് ആർ ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ആദ്യം പറഞ്ഞത് ഫിസിക്കൽ ഡിസ്റ്റർബൻസസ്. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ, വൈകാരികമായ ഡിസ്റ്റർബൻസസ്, അസ്വസ്ഥതകൾ ആൻഡ് നോയ്സസ്. തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്നിടത്ത് അമിതമായ നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാരിയർ അല്ലേ, ഡിസ്റ്റർബൻസ് അല്ലേ. സോ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ disturbances and noises can adversely affect, badly affect our listening skills. നമ്മുടെ ലിസണിങ് സ്കിൽസിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ആൻഡ് നോയ്സസ് ഓഫ് എനി കൈൻഡ്. എന്തുതരം ശബ്ദമായാലും. These are the things that adversely affect our listening skills. Then now we have to discuss the things that enhance listening skills, or how can we enhance or improve or develop our listening skills. നമ്മുടെ ലിസണിങ് സ്കിൽസിനെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, വർദ്ധിപ്പിക്കാം, എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. Which are the ways or methods by which we can improve or develop or enhance our listening skills. നമ്മുടെ ലിസണിങ് സ്കിൽസിനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും, വലുതാക്കാൻ കഴിയും, വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിന് ചില ഫിസിയോളജിക്കലും മറ്റു കാര്യങ്ങളുമുണ്ട്. നമ്പർ 1, ദി ഫസ്റ്റ് മെത്തേഡ്, ദി ഫസ്റ്റ് വേ. നമ്പർ 1, മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്. നമ്മൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് നിലനിർത്തണം. നേരെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കണം, ഐ കോണ്ടാക്ട്. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ദി കോൺസെൻട്രേഷൻ വിൽ ബി ലോസ്റ്റ്, ലിസണർ വിൽ ലൂസ് ഹിസ് കോൺസെൻട്രേഷൻ. ഒന്നാമത്തെ കാര്യം, മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് ആൻഡ് ആസ്കിങ് ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ്. ഐ കോണ്ടാക്ട് നിലനിർത്തണം, കൂടെ ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അന്നേരം ഐ കോണ്ടാക്ട് കേൾക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ താഴ്ത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് ചോദിക്കരുതെന്ന് പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്തി കളയും. ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ എന്തായാലും ശരി, ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നും, ഇനി അടുത്ത ചോദ്യം എന്നോടായിരിക്കും വരുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നതെന്ന് കേൾക്കണം. അല്ലെങ്കിൽ ആ നാണക്കേടാണ്, ഇത്രയും പേരിരിക്കുന്ന ഈ സദസ്സിൽ ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അത് നാണക്കേടാണ്, അപമാനമാണെന്നൊരു ധാരണ ഉണ്ടാവും. അതുകൊണ്ട് വി ഷുഡ് ആസ്ക് ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ്. ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. സ്പീക്കർ ഷുഡ് ആസ്ക് ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ്. മെയിൻറ്റെയിനിങ്, അല്ലെങ്കിൽ ലിസണർക്കും ചോദിക്കാം ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ്, സ്പീക്കറോട് ചോദിക്കാം. Maintaining eye contact and asking feedback questions in the context of conversations, when conversations are made. സംഭാഷണം നടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഐ കോണ്ടാക്ട് നിലനിർത്തുക, കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദാറ്റ് ഈസ് എ വേ ഓർ മെത്തേഡ് ബൈ വിച്ച് വി ക്യാൻ ഇംപ്രൂവ് അവർ ലിസണിങ് സ്കിൽ. മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് and asking feedback questions in the context of conversations.
Then number 2, one has to listen with an open mind. A person has to listen with an open mind in order to understand the thoughts being shared by the speaker. നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. We should keep an open mind. One has to listen, a person has to listen with an open mind. One has to listen with an open mind in order to understand the thoughts being shared by the speaker. സ്പീക്കർ ഷെയർ ചെയ്യുന്ന ചിന്തകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന മനസ്സ് നമുക്കുണ്ടായിരിക്കണം. വി ഷുഡ് കീപ്പ് അവർ മൈൻഡ് ഓപ്പൺ ടു അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി ദി തോട്ട്സ് ബീങ് ഷെയർഡ് ബൈ ദി സ്പീക്കർ. സ്പീക്കർ ഷെയർ ചെയ്യുന്ന, നമ്മുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്ന തോട്ട്സ് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഷുഡ് കീപ്പ് അവർ മൈൻഡ് ഓപ്പൺ. അതർ ഡിസ്റ്റർബൻസസ് ഷുഡ് നോട്ട് ബി ദെയർ. മറ്റ് അലോരസപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. വൺ ഹാസ് ടു ലിസൺ with an open mind in order to understand the thoughts being shared by the speaker. Then reading is vital to listening skills. To improving listening skills, we have to read properly. കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സിൽ ഒന്നായ അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യമായ റീഡിങ് നമ്മുടെ ലിസണിങ് സ്കിൽ വർദ്ധിപ്പിക്കും. നമ്മൾ വായിക്കുന്നതോറും വി ക്യാൻ ഇംപ്രൂവ് അവർ നോളജ്. വി ക്യാൻ ഇൻക്രീസ് ദി വെരി ഹൊറൈസൺസ് ഓഫ് അവർ നോളജ്. വിജ്ഞാനത്തിൻ്റെ ചക്രവാളങ്ങളെ വികസിപ്പിക്കാൻ കഴിയുമല്ലോ. അപ്പം വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ കാണും. വിഷയത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നും. അതാ പറഞ്ഞത്, റീഡിങ് plays a vital role in listening skills, or we can say reading is vital, quite vital in listening skills. Reading is quite vital to listening skills. Reading plays a key role or important role in enhancing the listening skills. Reading is a vital thing to listening skills. Reading is vital to listening skills. Third one. And fourth one, listening to the language, see, often as you can, listening to the language as often you can help familiarize you to the language. Listening the language, English language, as often as you can. കഴിയുന്നിടത്തോളം തവണ നിങ്ങൾ ഈ ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യമുള്ളത്, ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക. നമ്മൾ ടി വിയിലൂടെ ആയാലും റേഡിയോയിലൂടെ ആയാലും യൂട്യൂബിലൂടെ ആയാലും മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ഇംഗ്ലീഷ് സിനിമയിലൂടെ ആയാലും നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ശ്രദ്ധിക്കുക. സിനിമയിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ടൈറ്റിൽസ് ഇല്ലാത്ത സിനിമകൾ കാണും. ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കുന്നു. ഉച്ചാരണം മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല. ടൈറ്റിൽസ് ഇല്ലാത്ത സിനിമകൾ കണ്ടെങ്കിൽ മാത്രമേ, ഇംഗ്ലീഷ് സിനിമകൾ കണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. ആദ്യമൊക്കെ വലിയ പ്രയാസമായിരിക്കും. സ്ലോലി ഓർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വി ക്യാൻ ഈസിലി ഗ്രാസ്പ് ദി ലാംഗ്വേജ് ബീയിങ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഫിലിംസ്. അത് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. സോ ലിസണിങ് ടു ദി ലാംഗ്വേജ് ആസ് ഓഫൺ ആസ് യു ക്യാൻ ഹെൽപ്പ് ഫെമിലിയറൈസ് യു ടു ദി ലാംഗ്വേജ്. ഇറ്റ് ക്യാൻ ബി ഡൺ. Listening to the language can be done by listening to the audios or podcasts, or through watching films without titles, without subtitles. ഇതെങ്ങനെ സാധ്യമാകും? How can we familiarize with the language? ഈ ലാംഗ്വേജുമായിട്ട് എങ്ങനെ ഒരു ഫെമിലിയാരിറ്റി നമ്മൾ സൃഷ്ടിക്കും? Listening to the language as often as you can. Listening to the language as often as you can help familiarize to the language. It can be done by listening to the audio or podcast, അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ മതി, or watching or viewing films without subtitles. അങ്ങനെയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഏതാണ് ലിസണിങ് സ്കിൽ. ആൻഡ് ഫൈനലി, സമ്മറൈസ് ആഫ്റ്റർ ഈച്ച് ലെക്ചർ. സമ്മറൈസ് ആഫ്റ്റർ എവരി ലെക്ചർ. എല്ലാ പ്രഭാഷണം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യണം, എഴുതി വയ്ക്കണം.
അങ്ങനെ നമുക്ക് ലിസണിങ് സ്കില്ല് പിന്നീട് വർദ്ധിപ്പിക്കാം. So these are the ways by which we can enhance our listening skills. Which are the ways? Maintaining eye contact and asking feedback questions in the context of conversations. Maintaining eye contact and asking feedback questions in the context of conversations. Number 2, one has to listen with an open mind in order to understand the thoughts being shared by the speaker. Number 3, reading is vital to listening skills. Number 4, listening to the language as often as we can help familiarize to the language. It can be done by listening to the audio text, podcasts, or watching movies or films without the subtitles. And finally, summarize what you have heard or summarize after every lecture. These are the ways by which we can improve our listening skills.